ഹായ് ഓൾ, അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബൺ ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടി 2 കപ്പ് റവ എടുത്തുക്കണേ, അതുപോലെ തന്നെ 1.5 കപ്പ് തൈര് എടുത്തുക്കണേ. ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുത്തുക്കണത്. പിന്നെ ഇതാ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തുക്കണേ. ഇനിയിപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു ടൈമിൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടിയതാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ഉള്ളി, അതുപോലെ 3 വറ്റൽമുളക്, അതുപോലെ ചെറിയൊരു തക്കാളി, ചെറിയൊരു കഷ്ണം പുളി എല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട. ഇതുപോലെ ഒന്നായ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ചൂടാറിയിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ദോശയ്ക്കുള്ള ചട്നി റെഡി ആയിട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ദോശയും ഈ ഒരു ചട്നിയും. അപ്പോൾ ഇതാ 10 മിനിറ്റൊക്കെ ആയി. നമ്മളെ മാവ് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിക്കണേ. ആ റവയൊക്കെ നല്ലോണം അതിൽ കുതിർന്നിട്ട് ഇപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് നല്ലോണം സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം അരച്ചെടുത്തിക്കണേ. വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ. വെള്ളമൊന്നും പിന്നെ ചേർക്കേണ്ടി വന്നിട്ടില്ല. വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിക്കണേ. ഇപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം താളിച്ചൊഴിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണേ. അതൊന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, അത് പൊട്ടി വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉള്ളി ഇതുപോലെ തന്നെ നല്ലോണം ബ്രൗൺ കളറായിട്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇതായിക്കണം കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ ഒരു മാവിൽക്ക് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അപ്പച്ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കണേ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിക്കണേ. എന്നിട്ട് ഇതുപോലെ ഒരു കയ്യിൽ മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ദോശ ഒരു പോറായപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഇതാ ദോശ റെഡി ആക്കണേ. അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണേ. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അരിയൊന്നും അരക്കാതെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ബൺ ദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ദോശയും കൂടിയും പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ദോശ ചുടലൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഈ ഒരു ചട്നി കൂട്ടി കഴിക്കാൻ ഈ ഒരു ദോശ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ദോശയ്ക്ക് ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ സ്ഥിരം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഡെയിലി എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂട്ടോ. അപ്പോൾ ഇതാ ഇന്ന് വാഷ് ബേസിൻ്റെ അവിടെയുള്ള കണ്ണാടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്.
അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ എന്നും ഞാൻ നമ്മളെ റോബോട്ട് വാക്വം ക്ലീനർ കൊണ്ടാണ് തുടക്കൽ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുന്ന ദിവസങ്ങളിലും നമുക്ക് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ മോപ്പ് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കും. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചട്ടിയിലേക്ക് ചെറിയ 3 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിക്കണേ. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിക്കണേ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ആ ഒരു വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. വലിയ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഇതാ ചിക്കൻ്റെ 2 ബ്രസ്റ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബട്ടറിലും ഉള്ളിയിലും ഈ ഒരു ചിക്കൻ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ട് വന്നിക്കണേ. ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി, കുറച്ചധികം വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് 2 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുത്തിക്കണേ. ഇപ്പോൾ അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇപ്പോൾ ഈ പൊടികളും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കന് നമുക്ക് ഒരു 1/4 വേവൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിക്കണേ. ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്തിക്കണേ. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസ്. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ നമ്മളെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ഒരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ചിക്കൻ നല്ലോണം ഫുള്ളായിട്ട് തന്നെ വേവിച്ചെടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 നാരങ്ങൻ്റെ നീരും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അടിപൊളി ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.